ഹലോ ഫ്രണ്ട്സ്, ഏത്തപ്പഴവും സേമിയയും കൊണ്ടൊരു പോള ഉണ്ടാക്കാൻ പോകുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഉരുകി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി മാറ്റി വെച്ച് ആ നെയ്യിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പഴം ചേർത്ത് നല്ല മിക്സ് ചെയ്തൊന്ന് പഴം മൂപ്പിച്ചെടുക്കാം. പഴമെല്ലാം നെയ്യിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാനിൽ തന്നെ അല്പം നെയ്യും കൂടെ ചേർത്ത് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഒന്ന് മൂത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സേമിയ നെയ്യിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കും. 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ടയുടെ മിക്സിലോട്ട് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. നമുക്ക് സേമിയയും കൂടി ചേർത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. പാനിലേക്ക് നെയ്യ് പുരട്ടി വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് കുറച്ച് അടിയിൽ ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ച് അടച്ച് വെച്ച് വേറൊരു പാൻ അടിയിൽ വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ച് പോള റെഡിയായിട്ടുണ്ട്. പോള റെഡിയായി.